Hello, friends. How are you? Welcome back to our English grammar education channel, Learn with Sarah. Today, join me to explore the topic of the sentence. Are you ready? Sentences are crucial for expressing thoughts and ideas in our day to day life. It helps to paint pictures with words describing people, places, and things. Hello, friends. സുഖമാണോ? നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമർ ചാനലായ ലേൺ വിത്ത് സാറയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് സെൻറ്റൻസ് എന്ന വിഷയം പരിവേഷണം ചെയ്യുന്നതിന് എന്നോടൊപ്പം ചേരൂ. റെഡിയാണോ? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചിന്തകളും ആശയങ്ങളും പ്രകടിപ്പിക്കുന്നതിന് സെൻറ്റൻസ് അഥവാ വാക്യങ്ങൾ നിർണായകമായ ഒന്നാണ്. ആളുകളുടെയും സ്ഥലങ്ങളുടെയും വസ്തുക്കളുടെയും വിവരങ്ങൾ വാക്കുകൾ ഉപയോഗിച്ച് ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് സെൻറ്റൻസ് സഹായിക്കുന്നു. Then, what is a sentence? A sentence is a group of words that makes complete sense. It is arranged in a specific order that expresses a thought, idea, or statement. Generally, the capital letter marks the start of a new sentence and the full stop marks its end. അപ്പോൾ സെൻറ്റൻസ് എന്താണ്? പൂർണ്ണമായ അർത്ഥം നൽകുന്ന വാക്കുകളുടെ ഒരു കൂട്ടമാണ് സെൻറ്റൻസ് അഥവാ വാക്യം. ഒരു ചിന്ത, ആശയം അല്ലെങ്കിൽ പ്രസ്താവന പ്രകടിപ്പിക്കുന്നതിനായി ഒരു പ്രത്യേക ക്രമത്തിലാണ് ചിട്ടപ്പെടുത്തുന്നത്. സാധാരണയായി ഒരു സെൻറ്റൻസ് വലിയ അക്ഷരത്തിൽ തുടങ്ങുകയും ഫുൾ സ്റ്റോപ്പ് അഥവാ പൂർണ്ണ വിരാമത്തിൽ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. എക്സാമ്പിൾ: The sun rises in the east. Ram is sitting on a mat. When did you see her? He won the race. She closes the door, etc. A sentence has three fundamental parts. They are subject, predicate, and object. ഒരു സെൻറ്റൻസിന് 3 അടിസ്ഥാന ഭാഗങ്ങളുണ്ട്. അവയാണ് സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ് ആൻഡ് ഒബ്ജക്റ്റ്. നമ്പർ 1, the subject. The subject of a sentence is the part that names the person, place, thing or idea that the sentence is about. ഒരു സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ആ വാക്യം പരാമർശിക്കുന്ന വ്യക്തിയെയോ സ്ഥലത്തെയോ വസ്തുവിനെയോ ആശയത്തെയോ സൂചിപ്പിക്കുന്ന ഭാഗമാണ്. എക്സാമ്പിൾ: പ്രിറ്റി ഈറ്റ്സ് ആൻ ആപ്പിൾ. ഹിയർ പ്രിറ്റി ഈസ് ദ ഡുവർ. ഇവിടെ പ്രിറ്റിയാണ് സബ്ജക്റ്റ്, പ്രവൃത്തി ചെയ്യുന്ന ആൾ. നമ്പർ 2, predicate. The predicate of a sentence is the part that contains the verb and tells what the subject does or what is said about the subject. ഒരു വാക്യത്തിൻ്റെ വെർബ് അഥവാ ക്രിയ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് പ്രെഡിക്കേറ്റ്. അത് സബ്ജക്റ്റ് എന്താണ് ചെയ്യുന്നതെന്നോ വിഷയത്തെക്കുറിച്ച് എന്താണ് പറയുന്നതെന്നോ സൂചിപ്പിക്കുന്നു. എക്സാമ്പിൾ: പ്രിറ്റി eats an apple. Here, eats is the action or verb. ഇവിടെ eats ആണ് ആക്ഷൻ ഓർ വെർബ്, പ്രവൃത്തി അല്ലെങ്കിൽ ക്രിയ. നമ്പർ 3, object. Object is a word, usually a noun or pronoun, that receives the action of a verb. ഒരു ക്രിയയുടെ പ്രവർത്തനം സ്വീകരിക്കുന്ന ഒരു പദമാണ് ഒബ്ജക്റ്റ്. ഇത് സാധാരണയായി ഒരു നാമം അല്ലെങ്കിൽ സർവനാമം ആയിരിക്കും. എക്സാമ്പിൾ: പ്രിറ്റി ഈറ്റ്സ് ആൻ ആപ്പിൾ. ഹിയർ ആൻ ആപ്പിൾ ഈസ് ദി ഒബ്ജക്റ്റ്. ആപ്പിൾ ആണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് അപ് ടു ദിസ് പോയിന്റ്? ഇത്രയും മനസ്സിലായോ? Next, we are going to look at the kinds of sentences. They are of 4 types: declarative, imperative, interrogative, and exclamatory.
A sentence that makes a statement or assertion is called a declarative sentence. ചില വസ്തുതകളെ പ്രസ്താവിക്കുന്ന വാക്യങ്ങളാണ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസസ്. എക്സാമ്പിൾ: The horse eats grass. The sun sets in the west. I hate gossipers. I like ice cream. He is reading a book, etc. Number 2, imperative sentences. A sentence that expresses a command, a request, a wish, a suggestion, a warning, or provides an instruction is called an imperative sentence. ആജ്ഞ, അപേക്ഷ, ആഗ്രഹം, മുന്നറിയിപ്പ്, നിർദ്ദേശം എന്നിവയെ സൂചിപ്പിക്കുന്ന വാചകങ്ങളാണ് imperative sentences. Example: Sit down. Please sit under the tree. Get well soon. Let's take a break. Do not touch the hot water, etc. Number 3, interrogative sentence. A sentence that asks a question and always ends with a question mark is called an interrogative sentence. ചോദ്യ രൂപത്തിലുള്ള വാചകങ്ങളെ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുന്നു. അവ എപ്പോഴും ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്നതായിരിക്കും. എക്സാമ്പിൾ: ഹൗ ആർ യു? ഹൗ ഓൾഡ് ആർ യു? വെൻ ഡിഡ് യു കം? വേർ ആർ യു ഗോയിങ്? വാട്ട് ഈസ് യുവർ നെയിം? ആൻഡ് സോ ഓൺ. Number 4, exclamatory sentence. A sentence that expresses strong feelings like surprise, excitement, anger, or joy is called an exclamatory sentence. It always ends with an exclamation mark. These sentences begin with what, oh, how, alas, etc. അതിശയം, ആശ്ചര്യം, ദേഷ്യം, ആഹ്ലാദം തുടങ്ങിയ വികാരങ്ങളെ സൂചിപ്പിക്കുന്ന വാചകങ്ങൾക്ക് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറയുന്നു. അവ എപ്പോഴും ഒരു ആശ്ചര്യചിഹ്നത്തിൽ അവസാനിക്കുന്നു. മാത്രമല്ല, വാട്ട്, ഹൗ, അലാസ്, ഓ എന്നീ വാക്കുകളോടെയാണ് ഈ വാചകങ്ങൾ തുടങ്ങുന്നത്. എക്സാമ്പിൾ: Wow, that's a big flower. What a huge mistake. How gorgeous she is. Oh, what a beautiful day. Alas, he cannot pass the exam. Now I am wrapping up the topic. In conclusion, I think exploring this topic has given you knowledge, and I hope you have found it as useful. Thanks for joining in me. Let's keep the conversation going. If you have any questions, I am here to clear it. Until we meet for the next topic, goodbye. ഈ ടോപ്പിക് ഇവിടെ നിർത്തുന്നു. ഈ വിഷയം ചർച്ച ചെയ്തത് നിങ്ങൾക്ക് അറിവ് നൽകിയെന്ന് ഞാൻ കരുതുന്നു. അത് നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് ചിന്തിക്കട്ടെ. എന്നോടൊപ്പം ചേർന്നതിന് നന്ദി. സംഭാഷണം തുടരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഞാനിവിടെയുണ്ട്. അടുത്ത വിഷയത്തിനായി നമ്മൾ കണ്ടുമുട്ടുന്നതുവരെ വിട.